മലപ്പുറം ജില്ലയിലെ കൂരിയാട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത 66-ലുണ്ടായ വിള്ളലാണല്ലോ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. സ്വാഭാവികമായും ഇതും സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് കണ്ടന്റ് വറുതിയായതിനാൽ 24 മണിക്കൂറും ഇതുതന്നെ സ്റ്റോറിയോട് സ്റ്റോറി. ലീഗും ജമായത്തും അവരെ കൊണ്ടാകും വിധം വിഷയം സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ മാധ്യമങ്ങളെ സഹായിക്കുന്നുമുണ്ട്. അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ദേശീയപാത പൂർത്തിയായാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നത് UDF-നാണെന്ന് അവർക്ക് നന്നായി അറിയാം. ഇവർ ആദ്യം പറഞ്ഞിരുന്നത് ദേശീയപാതയുടെ പൂർത്തീകരണത്തിൽ സർക്കാരിന് ഒരു പങ്കുമില്ലെന്നും സംസ്ഥാന സർക്കാർ എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുകയാണ് എന്നുമാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് സഭയിൽ തന്നെ പറഞ്ഞത് അത് ഗഡ്കരിയുടെ റോഡാണെന്നാണ്. പക്ഷേ റോഡിന് ഒരു പ്രശ്നം വന്നപ്പോൾ കുറ്റം മുഴുവൻ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും. അത് ആ വഴിക്ക് നടക്കട്ടെ. ഇനി വിഷയത്തിലേക്ക് വരാം. എന്താണ് ഇക്കാര്യത്തിലെ വസ്തുതകൾ? മഹാരാഷ്ട്രയിലെ പൻവേൽ മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയുള്ള NH66-ൽ കേരളത്തിൽ പല സ്ട്രെച്ചുകളിലായി വിവിധ ഫേസുകൾ ആയിട്ടാണ് നിർമ്മാണം നടക്കുന്നത്. അതിൽ കൂരിയാടിനടുത്ത് തിരൂരങ്ങാടിയിൽ കൊളപ്പുറം കൂരിയാട് സ്ട്രെച്ചിലാണ് കഴിഞ്ഞ ദിവസം അപകടം നടന്നത്. ഈ സ്ട്രെച്ചിലെ നിർമ്മാണത്തിന്റെ കൺസെഷൻ എഗ്രിമെന്റ് KNR ഗുരുവായൂർ ഇൻഫ്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കും നിർമ്മാണ കരാർ KNR കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്ന കമ്പനിക്കുമാണ് 2022 ജനുവരി 21 നൽകിയിരിക്കുന്നത്. ബാക്കി 5 സ്ട്രെച്ചുകൾ വേറെ 4 കമ്പനികൾക്കാണ് നൽകിയിരിക്കുന്നത്. അപകടം നടന്ന സ്ട്രെച്ചിന്റെ നിർമ്മാണം നടത്തിയ KNR കൺസ്ട്രക്ഷൻസ് EPC, BOT, HAM എന്നീ മോഡലുകളിൽ 12 സംസ്ഥാനങ്ങളിലായി ഏതാണ്ട് 8700 കിലോമീറ്റർ ഹൈവേ നിർമ്മാണത്തിൽ പ്രവൃത്തി പരിചയവും 5304.8 കോടി ടേൺ ഓവറും ഉള്ള അറിയപ്പെടുന്ന കമ്പനിയാണ്. മാത്രവുമല്ല എഹെഡ് ഓഫ് ഷെഡ്യൂൾ ജോലി തീർത്തതിന് പലവട്ടം ബോണസ് വാങ്ങിയിട്ടുള്ള കമ്പനിയുമാണ്. കമ്പനി ഉടമ മിസ്റ്റർ കമതി നരസിംഹ റെഡ്ഡിക്ക് കോവിഡ് സമയത്ത് തെലങ്കാന ചീഫ് മിനിസ്റ്റർ K. ചന്ദ്രശേഖർ റാവുവിന് 1 കോടി രൂപ ധനസഹായം നൽകിയതൊഴികെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളതായി അറിവില്ല. പെർഫോമൻസ് സെക്യൂരിറ്റിയായി നിർമ്മാണ തുകയുടെ 5%വും മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷണൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നതിനുള്ള ബാങ്ക് ഗ്യാരണ്ടിയും മറ്റു റിസ്കുകൾ കവർ ചെയ്യുന്നതിന് ഇൻഷുറൻസ് ബോൺസും KNR കൺസ്ട്രക്ഷൻസ് കമ്പനി നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി വിവരങ്ങൾ പാതി രഹസ്യ സ്വഭാവത്തിലുള്ളതായതുകൊണ്ട് തൽക്കാലം വെളിപ്പെടുത്തുവാൻ നിർവാഹമില്ല. എങ്കിലും താൽപര്യമുള്ളവർക്ക് RTI വഴി ലഭിക്കാവുന്നതാണ്. ചുരുക്കത്തിൽ പ്രവൃത്തി പരിചയവും സാമ്പത്തിക ശേഷിയുമുള്ള KNR കൺസ്ട്രക്ഷൻസിന് പ്രസ്തുത നിർമ്മാണത്തിന്റെ കരാർ നൽകിയതിൽ പ്രത്യക്ഷത്തിൽ അപാകതയൊന്നുമില്ല. ഡിസൈൻ, കരാർ, സൂപ്പർവിഷൻ, നിർമ്മാണം, മെയിൻ്റനൻസ് എന്നിവയുടെ ഉത്തരവാദിത്തങ്ങൾ അപകടം നടന്ന കൊളപ്പുറം കൂരിയാട് സ്ട്രെച്ചിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി യൂണിയൻ ഗവൺമെന്റിന്റെ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്. ആ സ്ട്രെച്ചിലെ ഉത്തരവാദിത്തങ്ങൾ താഴെ പറയുന്ന ഏജൻസികളിൽ നിക്ഷിപ്തമാണ്. റോഡിന്റെ ഡിസൈനും നിർമ്മാണത്തിന്റെ ടെൻഡർ നൽകുന്നതും നാഷണൽ ഹൈവേസ് അതോറിറ്റിയും ഹൈവേസ് മന്ത്രാലയവുമാണ്. സൂപ്പർവിഷൻ നടത്തുന്നത് NHA ചുമതലപ്പെടുത്തുന്ന എഞ്ചിനീയർമാരാണ്. അതുപോലെ തന്നെ വർക്ക് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ചുമതലയും NHAയ്ക്കും അവർ ചുമതലപ്പെടുത്തുന്ന എഞ്ചിനീയർമാർക്കുമാണ്. മെയിൻ്റനൻസ് ചുമതലയും NHAയ്ക്ക് തന്നെ. ഇന്ത്യയിൽ ഹൈവേ നിർമ്മാണത്തിന്റെ സ്റ്റാൻഡേർഡ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് നിശ്ചയിക്കുന്നത് ഗതാഗത ഹൈവേ മിനിസ്ട്രിയാണ്. ഇന്ത്യൻ ഹൈവേ കോഡുകൾ ലോകോത്തര കോഡുകളോട് കിടപിടിക്കുന്നതാണ്. ചുരുക്കത്തിൽ അപകടം നടന്ന ഹൈവേയുടെ ഡിസൈൻ, കരാർദാനം, സൂപ്പർവിഷൻ, നിർമ്മാണം, മെയിൻ്റനൻസ് എന്നിവയുടെ ഒരു ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനില്ല. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ലെങ്കിൽ പിന്നെ സംസ്ഥാന സർക്കാർ എന്തിന് NH66 നിർമ്മാണ പുരോഗതിയിൽ അഭിമാനിക്കണം, ഫ്ലക്സുകൾ വയ്ക്കണം? ഇത്രയും പറഞ്ഞത് നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങളാണെങ്കിലും ഈ ചോദ്യവും അതിന്റെ ഉത്തരവും അല്പം രാഷ്ട്രീയം കലർന്നതാണ്. കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ഏറിയോ കുറഞ്ഞോ അതിന്റെ ഉത്തരം അറിയുകയും ചെയ്യാം. എങ്കിലും അത് ഒന്നുകൂടി പറയാം. കേരളത്തിലൂടെ കടന്നുപോകുന്ന NH66 യാഥാർത്ഥ്യമാകുന്നതിൽ നിർമ്മാണത്തിന്റെ സാങ്കേതിക കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മുഴുവൻ ക്രെഡിറ്റും കേരള സർക്കാരിനുള്ളതാണ്. എന്തുകൊണ്ടാണത്? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന UDF ഭരണത്തിൽ സ്ഥലം ഏറ്റെടുപ്പ് പോലും നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ NHA ഉപേക്ഷിച്ചു പോയതാണ് കേരളത്തിലെ ദേശീയപാത നിർമ്മാണം. അങ്ങനെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ചുപോയ പദ്ധതി വീണ്ടും കൊണ്ടുവരാൻ സാധിച്ചത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. പോരാത്തതിന് ഉമ്മൻചാണ്ടി കാലത്ത് കാര്യങ്ങൾ വൈകിയതുകൊണ്ട് 5000 കോടിയിലധികം രൂപ അങ്ങോട്ട് കൊടുത്താണ് LDF സർക്കാർ NHAയെ തിരികെ കൊണ്ടുവരുന്നത്. മാത്രവുമല്ല ഹൈവേ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർമ്മാണ വസ്തുക്കളിന്മേൽ സംസ്ഥാനത്തിന് ലഭിക്കുന്ന നികുതികളും റോയൽറ്റിയും ഒക്കെ ഒഴിവാക്കുകയും ചെയ്തു കേരളം. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും ഇങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. NH66 വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ 25% ചെലവ് പങ്കിടാൻ തയ്യാറായ
ഏക സംസ്ഥാനം കേരളമാണെന്ന് യൂണിയൻ ഉപരിതല ഗതാഗത വകുപ്പ് പാർലമെന്റിൽ പറഞ്ഞു. ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ₹1 പോലും ചെലവഴിച്ചിട്ടില്ല എന്നത് ഓർക്കണം. സ്ഥലം ഏറ്റെടുപ്പിൽ അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂവുടമകൾക്കുള്ള നഷ്ടപരിഹാരമായിരുന്നു. അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളായിരുന്നു. എന്നാൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാരം നൽകി ഒരാൾക്ക് പോലും പ്രയാസമുണ്ടാക്കാതെയാണ് പിണറായി സർക്കാർ ഭൂമി ഏറ്റെടുത്തത്. തുടർന്ന് നടന്നത് ചരിത്രം. യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കുന്നു. സർവേ നടപടികൾക്ക് ശേഷം ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ വലിയ കീറാമുട്ടിയായി നിൽക്കുന്ന യൂട്ടിലിറ്റീസ് ഷിഫ്റ്റിംഗ് അഥവാ വാട്ടർ പൈപ്പ് ലൈൻസ്, ഇലക്ട്രിസിറ്റി തുടങ്ങിയ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാനായതും ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ്. പിന്നെ പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിജയം എന്നത് കോർഡിനേഷൻ വിത്ത് ലോ എൻഫോഴ്സ്മെന്റ് ആൻഡ് ലോക്കൽ പഞ്ചായത്ത്, അതായത് സമരം നടത്തിയും നടുറോഡിൽ നിസ്കാരം നടത്തിയും പദ്ധതി പൊളിക്കാൻ വന്ന കുത്തിത്തിരിപ്പുകാരെ ഡീൽ ചെയ്തു എന്നതാണ്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ പ്രവർത്തനം ആരംഭിച്ച് ഏറ്റവും ആദ്യം പൂർത്തീകരിക്കുന്ന പാതയായി ദേശീയപാതയുടെ കേരള റീച്ച് മാറിയത്. ഇത് സാധ്യമായത് കേരളം ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുള്ളതുകൊണ്ട് മാത്രമാണ്.